ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 3-ാമത്തെ അധ്യായം. सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം. 3-ാമത്തെ അധ്യായം എന്ന് ചുരുക്കി പറയാം, എന്നിട്ട് വായിക്കാം. ഇപ്പം ക്ഷുദ്രകാമന, അതായത് ക്ഷുദ്രകാമന എന്ന് പറയുമ്പോൾ വെറും തുച്ഛമായിട്ടുള്ള ലൗകിക സുഖങ്ങളെയൊക്കെ ആവശ്യപ്പെടുന്നവര്, അങ്ങനെ അതിനെ ആഗ്രഹിക്കുന്നവര് പരിച്ഛിന്ന മൂർത്തികളെ ആരാധിക്കുന്നു. പരിച്ഛിന്ന മൂർത്തികളെ പറഞ്ഞാൽ പലതരം ദേവതകളെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുക. എന്നാൽ ഒരു വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യൻ സാക്ഷാൽ അപരിച്ഛിന്ന ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ മാത്രമാണ് സർവാത്മന ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ആഗ്രഹിക്കുന്നവരും ഒന്നും ആഗ്രഹിക്കാത്തവരും ആ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിക്കണം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാനെ, ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. എന്താ കാരണം വെച്ചാൽ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ എന്ന് പറഞ്ഞില്ല. ശ്രീകൃഷ്ണൻ പ്രത്യക്ഷമായിട്ടുള്ള കൃഷ്ണനാണ്. ഈ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ എപ്പോഴും ശ്രീകൃഷ്ണനാണ് പരമമായിട്ടുള്ള ദൈവം. എന്നാൽ ദേവി ഭാഗവതാണെങ്കിലോ അതിൽ പരാശക്തിയായിരിക്കും, അല്ലെ? ശിവപുരാണാണെങ്കിൽ അത് ശിവനായിരിക്കാം, ഗണപതി ആണെങ്കിൽ ഗണപതി ആയിരിക്കാം, അല്ലെ? സൂര്യന്റെ ആണെങ്കിലോ സൂര്യനായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം. എല്ലാവരും അങ്ങനെ ഓരോരുത്തരും സുപ്രീം പവർ ഓരോരുത്തരാണ് നമ്മൾ കണ്ടു. ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുകയാണ്, നിങ്ങൾ വേറെ ഒന്നിന്റെ പിന്നാലെ ഓടണ്ട, ഗുരുവായൂരപ്പനെ മാത്രം ശരണം പ്രാപിക്കൂ, ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാം ആഗ്രഹിക്കുന്നവരും ഒന്നും ആഗ്രഹിക്കാത്തവരും ആ കാരുണ്യവാരിധിയെ ശരണം പ്രാപിക്കണം. ആ കരുണാമൂർത്തിയിൽ ആ ഭഗവാന്റെ പ്രേമത്തിനെ സമ്പാദിക്കുകയാണ് സർവധർമ്മങ്ങളുടെ പരമലക്ഷ്യം എന്നും കൂടെ പറഞ്ഞു. അങ്ങനെ ആ ഭഗവാന്റെ ലീലകളുടെ ശ്രവണ കീർത്തനങ്ങൾ കൂടാതെ ആരാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ നിമിഷം പാഴാക്കി കളയുന്നവരുടെ ജീവിതം വെറും വ്യർത്ഥമാണ്. പിന്നെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. വൃക്ഷങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നില്ലേ ഒന്നും മിണ്ടാതെ, അതേപോലെ ഉലകൾ ശ്വസിക്കുന്ന പോലെ, അതായത് കൊല്ലൻ്റെ ആലയിലെ ഉലകൾ ഇങ്ങനെ ഒരു ടയർ പോലെ ഒരു സാധനം ഉണ്ടാവും, അതിങ്ങനെ പ്രസ് ചെയ്ത് അതിൽ കാറ്റിങ്ങനെ വന്നും പോയിട്ടിരിക്കില്ല, അതും ശ്വസിക്കലാണ്, അതും വായു സ്വീകരിക്കലാണ്. അതേപോലെ തന്നെ ആണ് ഭോഗങ്ങൾ അനുഭവിക്കുന്നില്ലേ. ഭഗവാന്റെ ലീലകളെ കേൾക്കാത്ത മനുഷ്യരെ കഴുതുകളെ പോലെ, ഒരു മൃഗമല്ലാതെ എന്താണ്? അവൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ അത് വെറും പോടാണ് എന്നാണ്, തവളയും പാമ്പൊക്കെ ഇരിക്കുന്ന പോലത്തെ. ആ ഭഗവാന്റെ നാമത്തിനെ ചൊല്ലാത്ത നാവ് തവളകളുടെ നാവ് പോലെയാണ് എന്നൊക്കെയാണ് ഭാഗവതം ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് അവിടുത്തെ നമിക്കാത്ത ശിരസ് വെറും ഭാരം, പട്ടക്കിരീടം, അല്ലെ കിരീടം വെച്ചാലും കാര്യമില്ല എന്നാണ് ഭാഗവതം വായിക്കുമ്പോൾ ഇനി നമുക്ക് കാണാം. അപ്പം ഭഗവാനെ ശുശ്രൂഷിക്കാത്ത കയ്യ് ശവത്തിൻ്റേതുപോലെ നിന്ദ്യമാണ്, ജീവനില്ലാത്ത കയ്യാണ് എന്നാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തന്മാരുടെയോ അവരെയൊക്കെ മൂർത്തി ദർശിക്കാൻ ഭാഗ്യമില്ലാത്ത കണ്ണുകളും വ്യർത്ഥങ്ങളാണ്. അവിടുത്തെ ലീലകളും തിരുനാമങ്ങളൊക്കെ കേൾക്കുമ്പോഴും കീർത്തനം ചെയ്യുമ്പോഴൊക്കെ ഒരു അലിയാത്ത ഹൃദയമാണ് നമ്മളുടെ എന്ന് വെച്ചാൽ തനി കല്ലാണ് ആ ഹൃദയം എന്നൊക്കെയാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സമയത്തിന് നമുക്ക് വെറുതെ കളയാനില്ല. ശ്രീമദ് ഭാഗവതത്തിനെ ആശ്രയിക്കൂ, ഭഗവാനെ ഭജിക്കൂ എന്ന് നമ്മളോട് പിന്നെയും ആഹ്വാനം ചെയ്യുകയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിൽ നമുക്ക്
ഭക്തി എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പ്രയോജനം എന്നൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ, ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നൊക്കെയാണല്ലോ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരങ്ങളാണ് ഇവിടെ പറയുന്നത്. 3-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. അധ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം അധ തൃതീയോധ്യായഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീശുക ഉവാച ഏവമേതം നിഗദിതം പൃഷ്ടവാൻ യദ്ഭവാൻ മമാനൃണാം ജന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതീം ദേവീം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോ അധ വീര്യവാൻ അന്നാദ്യകാമസ്തു അതിഥിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമസാദ്യാൻ സംസാധകോ വിശാം ആയുഷ്കാമോശ്വിനോ ദേവോ പുഷ്ടികാമൈളാം യജേത് പ്രതിഷ്ഠാകാമപുരുഷോ രോദസീ ലോകമാതരോ രൂപാഭികാമോ ഗന്ധർവാൻ ശ്രീകാമോ അപ്സരൗർവശീം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം യജ്ഞം യജൽ യശസ്കാമ കോശകാമ പ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാം സതീം ധർമാർത്ഥ ഉത്തമ ശ്ലോകം തന്തും തന്വൻ പിതॄൻ യജേത് രക്ഷാകാമ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ രാജ്യകാമോ മനൂൻ ദേവാൻ നിരുതിം ത്വഭിചരൻ യജേത് കാമകാമോ യജൽ സോമമകാമ പുരുഷം പരം അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഏതാവാനേവ യജതാമിഹ നിശ്രേയസോദയാ ഭഗവത്യജലോ ഭാവോ യത് ഭാഗവത സംഗത ജ്ഞാനം യഥാ പ്രതിനിവർത്ത ഗുണോർമിചക്രമാത്മപ്രസാദ ഉദയത്ര ഗുണേഷ്വസംഗ കൈവല്യസമ്മത പദസ്ത്വത ഭക്തിയോഗ കോ നിർവൃതോ ഹരികഥാസുരതിം ന കുര്യാത് ശൗനക ഉവാച ഇത്യഭിവ്യാഹൃതം രാജാ നിശമ്യ ഭരതർഷഭ കിമന്യത് പൃഷ്ടവാൻ ഭൂയോ വയ്യാസകിമൃഷിം കവിം ഏതച്ഛുശ്രൂഷതാം വിദ്വൻ സൂത നോർഹസി ഭാഷിതും കഥാ ഹരികഥോദർക്കാ സദാം സ്യുഃ സദസി ധ്രുവം സ വൈ ഭാഗവതോ രാജാ പാണ്ഡവേയോ മഹാരഥ ബാലക്രീഡനകൈക്രീഡൻ കൃഷ്ണക്രീഡാം യ ആദതേ വയ്യാസകിശ്ച ഭഗവാൻ വാസുദേവപരായണ ഉരുഗായ ഗുണോദാര സദാം സ്യുർഹി സമാഗമേ ആയുർഹരതി വൈ പുംസാം ഉദ്യന്നസ്തം ചയന്നസൗ തസ്യത്തെ യക്ഷണോ നീത ഉത്തമ ശ്ലോകവാർത്തയാ തരവ കിം ന ജീവന്തി ഭസ്ത്രാ കിം ന ശ്വസന്ത്യുത ന ഖാദന്തി ന മേഹന്തി കിം ഗ്രാമപശവോ പരേ ശ്വവിഡ്വരാഹോഷ്ട്രഹരേ സംസ്തുത പുരുഷപശു നയകർണപഥോപേതോ ജാതു നാമഗദാഗ്രജാബിലേപതോരുക്രമവിക്രമാന്യേ ന ശൃണ്വത കർണപുടേ നരസ്യ ജിഹ്വാസദീദാർദുരികേവ സൂത ന ചോപഗായത്യുരുഗായ ഗാഥ ഭാരപ്പരം ഭട്ടകിരീടജുഷ്ടമപ്യുത്തമാംഗം ന നമേന്മുകുന്ദം ശാവോ കരൗ നോ കുരുദസ്സ പര്യാം ഹരേ ലസത്കാഞ്ചന കങ്കണൗ വാ ബർഹായിതേ തേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർന നിരീക്ഷതോ യേ പാദോ നൃണാം തോ ദ്രുമജന്മഭാജോ ക്ഷേത്രാണി നാനുവ്രജതോ ഹരേർയൗ ജീവൻ ശവോ ഭാഗവതാംഘ്രിരേണും ന ജാതുമർത്യോ ബിലഭേദയസ്തു ശ്രീവിഷ്ണുപദ്യാമനുജസ്തുളസ്യാശ്വസൻ ശവോ യസ്തു ന വേദഗന്ധം തദശ്മസാരം ഹൃദയം പതേതം യദ്ഗൃഹ്യമാണേ ഹരിനാമധേയേ ന വിക്രിയേതാധയദാ വികാരോ നേത്രേ ജലം ഗാത്രരുഹേഷു ഹർഷ അദാഭിദേഹ്യ അംഗമനോനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാഹ വയ്യാസകിരാത്മവിദ്യാ വിശാരദോ നൃപതിം സാധു പൃഷ്ട. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ, അതായത് കിരീടം വെച്ച ശിരസ്സാണെങ്കിലും ഭഗവാനെ നമിച്ചിട്ടില്ലെങ്കിൽ അത് വെറും ശവത്തിൻ്റെ പോലെയാണെന്ന്. അപ്പോൾ അതൊരു ഭാരമാണ് തലയ്ക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ ആർക്കായിട്ട് സമർപ്പിക്കണം? സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്നുള്ള ഭാവത്തിൽ ഞാൻ ചെയ്തു, എൻ്റെന്ന് പറയരുത് എന്നാണ് പറയുന്നത് ഭാഗവതം. അഹം മമ, ഞാൻ എൻ്റെ, ഇത് രണ്ടും ഒഴിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. എൻ്റേത് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയുന്നത് ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞിട്ട്
പറയാം അല്ലെ. എല്ലാം ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ അർപ്പിച്ച് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന് ഒട്ടലുണ്ടാവില്ല, നമുക്ക് ബന്ധനം ഉണ്ടാവില്ല. ബ്രഹ്മാവ് അതല്ലേ പ്രാർത്ഥിച്ചത്. അതായത് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാം മറന്നു പോയപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു. അങ്ങനെ ഭഗവാന് അത് വരം കൊടുത്തു, നിനക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ ബുദ്ധി, ഓർമ്മയും വിവേകമൊക്കെ ഉണ്ടാവട്ടെ. ഒപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു, ഞാൻ സൃഷ്ടിച്ച സാധനങ്ങളിലൊന്നും എൻ്റെ എന്ന് എനിക്ക് കർമ്മത്തിന് എൻ്റെ എന്നുള്ള ഭാവം എനിക്ക് തോന്നരുത്. അതേപോലെ കർമ്മത്തിന് ഒട്ടലില്ലാതെ ആക്കി തീർക്കണേ ഭഗവാനെ എന്നൊരു വരം കൂടി ബ്രഹ്മാവ് ചോദിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വരം നമ്മളും എപ്പോഴും ചോദിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഞാനും എൻ്റെന്നും പോവില്ല അല്ലേ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിയാക്കാൻ നല്ല പ്രയാസമാണ്. പരിശീലനം കൊണ്ടേ ആവുള്ളൂ. അപ്പം അഭ്യാസേനത് കൗന്ദേയ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ അഭ്യാസം കൊണ്ട് നമുക്ക് സാവധാനം മെല്ലെ മെല്ലെ ഉപരമേത് മനസ്സിനെ ഉയർത്താനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള ശ്രമം നമുക്കൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.